ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ ഇന്ന് ശനിയാഴ്ച ഞാൻ ആക്ച്വലി ലീവായിരുന്നു. അപ്പം നമ്മൾ കുറേ നാളായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം വാഗമൺ വരെ വന്നേക്കാണ്. അപ്പം നമ്മൾ കുറേ നാളായി ഞാൻ വാഗമണ്ണിന് വന്നിട്ട്. അപ്പോൾ ഒരു റീകളക്റ്റിംഗ് മെമ്മറി എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിവിടേക്ക് വന്നതാണ്. വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റിലേഷനിലായിരുന്ന ടൈമിൽ ഞങ്ങൾ ആദ്യമായിട്ട് വന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ അന്ന് പോയ ആ സ്ഥലമൊക്കെ നമുക്ക് ഒന്നോടെ ഒന്ന് പോയി കാണാം എന്നുള്ളൊരു മൈൻഡിൽ ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജസ്റ്റ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോന്നു. അങ്ങനെ നമ്മളൊരു 12:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് വയ്യ ഇറങ്ങി കേട്ടോ. ഞാൻ എൻ്റെ ഹെൽമെറ്റ് കുറേ നാൾക്ക് ശേഷം പൊടി തട്ടിയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ പോയത് പെട്രോൾ അടിക്കാനാണ്. അങ്ങനെ നമ്മളൊരു ഹാഫ് ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് പോകണം. നമ്മൾ വാഗമൺ പോവാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വളയഞ്ചിറങ്ങര വഴിയാണ് പോയത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൗൺ. ഞാൻ പഠിച്ചതും അതുപോലെ ഞാനിങ്ങനെ പിച്ച വെച്ച് നടന്ന സ്ഥലമൊക്കെ ഇതാണ്. അടിപൊളി, എൻ്റെ കുറേ മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ സ്കൂൾ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്കൂൾ കാണിച്ചു തരാം. ഈ കാണുന്ന ഗേറ്റ് ആണ് കേട്ടോ എൻ്റെ സ്കൂൾ. ഞാൻ എൻ്റെ 5th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ ഇവിടെയാണ് പഠിച്ചത്. എനിക്ക് കുറേ മെമ്മറീസ് തന്ന എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ കുറേ മെമ്മറീസ് എനിക്കുണ്ട് ഇവിടെ. ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് ഞാനിവിടെ പഠിച്ചതിൽ നിന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നും. ചില സമയത്തൊക്കെ അന്നൊക്കെ ഇത് തീയിട്ട് കത്തിക്കാൻ നോക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഇത് ഭയങ്കര മെമ്മറിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു പൊല്യൂഷൻ സെൻറ്റർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് പോന്നു. തൊടുപുഴ വരുന്ന എല്ലാ സമയത്തും ഞാൻ ഭയങ്കര ആശ്ചര്യത്തോടെ കണ്ടുപിടിക്കുന്ന ഒരു സാധനമുണ്ട്, ഈ വലിയ ലഡുള്ള കട. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ചങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്തൊരു ബാക്കിൽ ഒരു കാറിൽ വന്ന ചേട്ടൻ പറഞ്ഞു നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഊരിപ്പോയെന്ന്. അപ്പോൾ ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴാണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒരു സൈഡ് ചാടിപ്പോയിരുന്നു. ആക്ച്വലി നമ്മൾ പുതിയതായിട്ട് വെച്ച നമ്പർ പ്ലേറ്റ് ആണ്, എന്നാലും സ്ക്രൂ ലൂസായിട്ട് അത് ഊരിപ്പോയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തൊടുപുഴയുള്ള ഹെഡ് സുസുക്കി എന്ന് പറഞ്ഞ സുസുക്കിൻ്റെ ഷോറൂമിലത്തെ ഒരു ചേട്ടൻ നമുക്കിത് റെഡിയാക്കി തന്നു. നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ പോകാം കേട്ടോ. കുറേ നാളായി വണ്ടി പണിയൊന്നും ചെയ്യാണ്ട് കയറ്റി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സുന്ദരക്കുട്ടപ്പനാക്കി നമ്മൾ വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം വെല്ലുവിൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്പർ പ്ലേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ മൂലമറ്റം വഴിയാണ് വാഗമണ്ണിന് പോണത്. ഇപ്പം നേരം ഒരു 1:30-1:45 ആ ഒരു ടൈമായിട്ടുണ്ടാവും. ഊണ് കഴിക്കാനായിട്ട് വിശന്ന് കണ്ണ് കാണാൻ പാടാണ്ടാണ് ഇരിക്കണം. അപ്പം ഇങ്ങനെ എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുശീല ചേച്ചിൻ്റെ കട. അപ്പോൾ മൂലമറ്റത്തുള്ള സുശീല ചേച്ചിൻ്റെ കടയിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. വിശന്ന് കണ്ണ് കാണാൻ പാടാണ്ട് നമുക്ക് സുശീല ചേച്ചിയുടെ വീട്ടിലൊന്ന് പോയി നോക്കാം ഊണ് കഴിക്കാൻ. ആൻഡ് ഫൈനലി നമ്മൾ സുശീല ചേച്ചിയുടെ നാടൻ ഭക്ഷണശാലയിലെത്തി. നമ്മൾ ഇവിടെ ഇതിക്ക് മുന്നേ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ വന്ന സമയം കുറച്ച് നേരത്തെ ആയി പോയതുകൊണ്ട് അന്ന് ഇവിടെ ഫുഡായിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ വന്ന സമയത്ത് ഈ കട ഇത്ര വലുതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് സുശീല ചേച്ചി സെറ്റ് സാരി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. നേരെ കയറി നമ്മളിപ്പം സുശീല ചേച്ചിയുടെ കടയിലാണ് ഊണ് കഴിക്കാൻ വന്നത്. ഫസ്റ്റ് ഇല വന്നു, നല്ലൊരു വലിയ തൂശനില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കറികൾ ഓരോന്നായിട്ട് വന്നു. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ കപ്പ വറുത്തത് നമുക്ക് സൈഡ് ഡിഷായിട്ട് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ അതിൽ നിന്നൊക്കെ ഓരോന്ന് കുറേശ്ശെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കപ്പ, ചമ്മന്തി, സാലഡ്, അങ്ങനെ കുറേ കറികൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിക്കാത്ത കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉലുവക്കറിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കഴിച്ചതുമാണ്. അതുപോലെ അടിപൊളി ടേസ്റ്റുമായിരുന്നു. ഒരുപാട് കറി ഉണ്ടായിരുന്നു. ഞാനിത് ഇപ്പം തീരും എന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ട് തീരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോ കറി ഇടുമ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ചോറ് വരും. ലാസ്റ്റ് എൻ്റെ ദൈവമേ, ചോറ് തിന്നണോ കറി തിന്നണോ എന്നുള്ള ആകെ കൺഫ്യൂഷനിലായി പോട്ടോ. സ്പെഷ്യലായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇടിയിറച്ചിയും അതുപോലെ ചിക്കൻ തോരനും കിട്ടി. 130 രൂപയാണ് ഇവിടുത്തെ ഊണ് വരുന്നത്. 130 രൂപയ്ക്ക് വളരെ വേർത്തായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. കറികൾ ചോറ് വന്നിട്ടും തീർന്നിട്ടുണ്ടായിരുന്നില്ല. പുളിശ്ശേരി, സാമ്പാർ, രസം, മോര്, അങ്ങനെ ഒരുപാട് കറി ഉണ്ടായിരുന്നു. നമുക്ക് വയറൊക്കെ ഫുള്ളായിട്ട് നിറയാനായിട്ട് ഇതൊരൊറ്റ ഊണ് കഴിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഫസ്റ്റ് കപ്പയും നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത് ചിക്കൻ തോരൻ ഞാൻ വേറെ എവിടെയും കാണാത്തതാണ് കേട്ടോ. പൈനാപ്പിൾ തേങ്ങ ഇട്ട പോലത്തെ ഒരു ഡെസേർട്ട്, അതൊക്കെ കഴിച്ചു. എല്ലാം ഞാൻ ഇത്രയും ഫുഡ് ആദ്യമായിട്ടാണ് ഫുള്ളായിട്ട് ക്ലീൻ വടിച്ച് കഴിക്കുന്നത്. കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചില്ല.
കറിയൊക്കെ അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഫുള്ളായിട്ട് കഴിച്ചു തീർത്തത്. അവിയലൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഫുള്ള് ഞാൻ ഫുഡ് മൊത്തം കഴിച്ചു, ഒട്ടും വേസ്റ്റ് ചെയ്തില്ല. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുശീല ചേച്ചി ഇതുപോലെ വന്ന് നമ്മുടെ അമ്മമാരെ പോലെ എന്താ ഇനി വേണ്ടത്, എന്തൊക്കെ ഇനി വേണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരോടും വർത്താനം പറയും. അവിടെ എത്ര കസ്റ്റമർ ഉണ്ടോ അവരുടെ അടുത്ത് എല്ലാവരുടെ വർത്താനം പറയും. അങ്ങനെ ഇലയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് പായസം കിട്ടി. അങ്ങനെ പായസമൊക്കെ കഴിച്ച് നല്ലൊരു ഒരു ഹോംലി ഫീലൊക്കെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തോട്ടിറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ യാത്ര കേട്ടോ. ഇനി നമുക്ക് നേരെ വാഗമണിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോകുന്നു കേട്ടോ. ഇനിയാണ് നമ്മുടെ മെമ്മറീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലം കേട്ടോ. ഒരു ചെറിയതാണോന്ന് വെച്ചാൽ ചെറുതല്ല, അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമാണ്. മഴയുള്ള സമയത്തൊക്കെ ഇവിടെ നല്ല കുത്തി ഒലിച്ച് വെള്ളം വരും. ഇപ്പോൾ വെള്ളം ഇത്തിരി കുറവാണ്. നമ്മൾ വിചാരിച്ചത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ കണ്ടിരിക്കാൻ. നമ്മളിവിടെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഇറങ്ങണതിനൊന്നും പ്രശ്നമില്ലായിരുന്നു. നമ്മളിവിടെ സൈഡിൽ നിൽക്കാൻ ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈവഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ചറ്റത്തായിട്ടൊരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് നേരം ഞാൻ നല്ല കൗതുകത്തോടു കൂടി നോക്കി നിന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് നേരെ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇത് വാഗമൺ എത്തണമെങ്കിൽ മുന്നേ ഉള്ളൊരു വാലിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ക്ലൈമറ്റും ആയിരുന്നു, അതുപോലെ നല്ല വ്യൂ ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ചത്ര മഴയോ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിനേക്കാളും നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് മെമ്മറീസൊക്കെ അയവിറക്കിയിട്ട് നേരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇനി നമ്മൾ അടുത്ത വേറെ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് കുറേ തേയിലത്തോട്ടവും അതും ഇതൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടതൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് ഇരുന്നത്. ഇവിടെ വെച്ചാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. ഇവിടെ വണ്ടി എടുത്ത് ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോ ചിരി വരണ്ട്. ഈ സ്ഥലം ഓർക്കണ്ട? എന്ത് ആര് എവിടെ? കല്ലുമ്മല്ലേ. ഇപ്പൊ അവിടെ മറ്റേ ഇതാക്കി. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. വാട്ട് യു ഫീൽ? നമ്മൾ 4 വർഷം മുന്നേ വന്നതാ. നല്ല ഫീലല്ലേ? എന്ത് എന്ത് നല്ല രസം. മെമ്മറീസ് ഒക്കെ അയവർത്തെടുത്തതിന് അന്ന് ഞങ്ങൾ 2 രൂപ മാത്രമേ വന്നുള്ളൂ അല്ലേ? ഇന്നും നമ്മൾ 2 രൂപ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വേറെ 2 രൂപയുള്ള സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി അവിടേക്ക് പോവാം. അങ്ങനെ ഒരു 4 ഇയറിന് ശേഷമാണ് നമ്മളിവിടെ പിന്നെ വരുന്നത് കേട്ടോ. അന്ന് വന്നത് പിന്നെ അങ്ങനെ ഈ സ്ഥലത്തേക്ക് നമ്മളധികം വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ മരവും ഈ മരം ശരിക്കും നല്ല ഓർമ്മയുണ്ട്. ഈ മരം, അതുപോലെ വീട്, മീൻസ് ഞാൻ എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഹാപ്പി. എന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. നമ്മൾ അടുത്തതായിട്ട് വന്ന ഒരു സ്പോട്ടാട്ടോ ഇത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്. എവിടെ? വേണ്ട എനിക്കൊന്നും പറ്റില്ല, നടക്കാൻ നമ്മള് അവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇല്ലീഗൽ കല്ല് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിൽ പോയി നിന്ന് കാണാമല്ലോ.
എന്നാ അവിടെ ഇരിക്കാൻ കുറച്ചു നേരം. ഇനി വണ്ടി ഓടിച്ചോണ്ടിരിക്കാനാ? ഇച്ചിരി നേരം ഇവിടെ നിക്കാം. എനിക്കൊന്നും പറ്റില്ല നടക്കാൻ. അവിടെ ഇരിക്കാന്ന്. ഇല്ല എടാ ഒന്ന് പോയടാ. എന്തിനാണ് അതിന്റെ മണ്ടക്കെട്ടൊക്കെ വലിഞ്ഞേറുന്നത്? അവിടെ ഓടം വരെ നടക്കണ്ടേ കഴിച്ച്? ഓടം വരെ നടക്കണ്ടേ? മിസ്റ്റർ സുരേഷ് കുമാർ താങ്കൾ ഇത് കേൾക്കുന്നുണ്ടോ? സിമ്പിൾ സിമ്പിളായിട്ട് വെറുപ്പ്. ഇത് ഞാൻ ഇതിനകത്ത് എങ്ങനെ വലിച്ചേറും? ഇവിടെ ഇരിക്കാം. ഇവിടെ മുടിയാട്ട് നല്ല ക്ലൈമറ്റ് കേട്ടോ. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. മഴയൊന്നുമില്ല. മഴ സീസൺ ആണെങ്കിലും മഴയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഴക്കാറ് കാണാൻ പറ്റും. പക്ഷെ എന്നാലും അത്ര വലിയ മഴയൊന്നുമില്ല. കൊള്ളാം. കുറേ നാളായല്ലേ നമ്മൾ വന്നിട്ട്. ഈ തണുപ്പ് AC ഇട്ടിടന്നാ കിട്ടൂലേ? പോരാ സൈമ, കുറച്ചൊക്കെ വേണം. ഞാൻ വെറുതെ പറഞ്ഞ AC ഇട്ട് കിടന്നാലൊന്നും ഈ തണുപ്പും കാറ്റൊന്നും കിട്ടില്ല. അത്യാവശ്യം വെയിലാണെങ്കിൽ പോലും നല്ല തണുവുണ്ട്, നല്ല കാറ്റുമുണ്ട്, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ പഴയ മെമ്മറീസൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളവിടെ നേരെ മല ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ ഈ മുകളിൽ കാണുന്ന ഒരു കല്ല് കണ്ടോ, പാറക്കല്ല്. അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ വന്ന് അവിടെ ഇരുന്ന് നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ. ആ മഞ്ഞും കാറ്റും മഴയും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. കിട്ടില്ല, അടിപൊളി സ്ഥലമാണ്. പക്ഷെ അങ്ങോട്ടങ്ങനെ ആരും പോയി കണ്ടിട്ടില്ല. ഓരോ സ്ഥലം കാണുമ്പോഴും ഓരോ മെമ്മറീസ് ആട്ടോ നമുക്ക് തന്നെ. നമ്മൾ ഒറ്റയ്ക്ക് വന്നതും അതുപോലെ ഫ്രണ്ട്സായിട്ട് വന്നതും അങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ താഴെ ചെന്ന് ഒരു ചായ കുടിക്കാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് ഒരു സൈഡിലായിട്ടൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിർത്തി. അവിടെ ഈ കാണുന്ന മരത്തിൽ നിറച്ച് പുളി ഉണ്ടായി കിടക്കുന്നുണ്ട്, കുടംപുളി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിറച്ച് പുളി ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരു പുളി വിൽക്കണമുണ്ട്. കുറേ പുളിയുണ്ട്. നമ്മുടെ അവിടേക്ക് മഴയാന്ന് തോന്നുന്നുണ്ട്. അമ്മ എന്നെ വിളിച്ചായിരുന്നു, ഈ മഴയത്താണോ നിങ്ങൾ വാഗമണ്ണ് പോണ്, വീട്ടിലെങ്ങനെ ഇരിക്കാൻ പാടില്ല. എൻ്റെ അമ്മ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയത് കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോഴത്തെ സമയം 4:30 ആ ഒരു ടൈമായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിട്ട് വേണം നമുക്ക് വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും 6 മണിക്ക് മുന്നേ വീട്ടിലെത്തണം. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു കൺസേണിലാണ് നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. സോ അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കളക്ട് ചെയ്താലും നമ്മുടെ കൂടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് മെമ്മറീസ് ആണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, റിലേറ്റീവ്സിൻ്റെ കൂടെ, കസിൻസിൻ്റെ കൂടെ, ഈവൻ ആരുടെ കൂടെ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വരുന്നത് മെമ്മറീസാണ്. നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് ഫസ്റ്റ് ടൈം വെറുതെ വരികയാണെങ്കിൽ പോലും നമുക്ക് അത്ര അങ്ങോട്ട് ഇതാക്കില്ല. പിന്നെ ഒരു തവണ നമ്മൾ വരുമ്പോൾ ആ സ്ഥലം നമ്മൾ കണ്ടതല്ലേ, ഈ സ്ഥലം നമ്മൾ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വേറെ വൈബാണ് കേട്ടോ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യുക. പിന്നെന്താ, മെമ്മറീസ് ഒരുപാട് കളക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടോ. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നല്ല സൗണ്ട് ഉണ്ട്. അതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. വെളിയിൽ നിന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത്, മെമ്മറീസ് കളക്ട് ചെയ്യുക.
നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഉണ്ടാകുന്ന ഈ മെമ്മറീസ് മാത്രമേ ഉള്ളൂ. അത് സ്പോയിൽ ചെയ്യാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ചായ കുടിക്കാൻ പോകാം ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് നടന്ന് എനിക്ക് വയ്യ. പണ്ടൊക്കെ നടക്കാൻ നല്ല ഉത്സാഹമായിരുന്നു. ഇപ്പം പുറത്തിറങ്ങാത്തോണ്ടൊന്നുമുണ്ട്, മടിയാണ്. മടി, വേറെ ഒന്നുമല്ല, മടി. മുക്കിപ്പോയ ജലദോഷം വരും. ആൻഡ് ഫൈനലി നമ്മുടെ കാഴ്ച കാണലും ചായ കുടിക്കലും ഓർമ്മ പൊടി തട്ടിയെടുക്കലും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാഗമണ്ണോട് ടറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ ആലുവയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ഒരു റീകളക്റ്റ് മെമ്മറിയുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോളാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും see you.